ഞാൻ മിർഷാദ് മൂപ്പൻ, സ്ഥലം തിരൂരാണ്. ദുബായിൽ MRC ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന ബിസിനസ് ചെയ്യാണ്, ലോജിസ്റ്റിക്സിൻ്റെ. ഹായ്, എൻ്റെ പേര് മുനീറ മിർഷാദ്. സെയിം കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് മിർഷാദിൻ്റെ വൈഫാണ്. I'm Maiza Fatima and I'm a year 13 student here at Dubai. My name is Mohammed Moufan and I'm studying in year 9 at Dubai. ദുബൈയിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് മലയാളികളുടെ അത്യുഗ്രൻ യാത്ര. 4 അംഗ കുടുംബം, 2 സുഹൃത്തുക്കൾ, 7000 കിലോമീറ്റർ, 45 ദിവസം. ഞാൻ ഫൈസൽ സുബൈർ, നാട്ടിൽ തൃശ്ശൂർ ഏനാമാവിലാണ്. ഇവിടെ ദുബായിൽ ഒരു 10-25 വർഷമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് തബ്സീർ, കോഴിക്കോടാണ്. ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ്സാണ്. ഇവിടെ 10-25 വർഷമായിട്ട് ദുബായിൽ തന്നെയാണ്. ആരൊക്കെയാണ് ഈ യാത്രയിലുള്ളത്? എൻ്റെ കുടുംബമുണ്ട് ഈ പ്രാവശ്യം എൻ്റെ കൂടെ, പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ എൻ്റെ വരുന്നുണ്ട്. എവിടേക്ക്, എങ്ങനെയൊക്കെയാണ് ഈ യാത്ര? നമ്മളിവിടുന്ന് ദുബായിൽ നിന്ന് തുടങ്ങി ബന്ദർബാദ്, ഇറാൻ വഴി ടർക്കി, അങ്ങനെ സ്കോട്ട്ലാൻഡ് വരെ യൂറോപ്പ് കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നാവിഗേറ്ററായിട്ട് എൻ്റെ ഫ്രണ്ടാണ് കംപ്ലീറ്റ് റൂട്ട് മാപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്നിനെ ഓർഗനൈസ് ചെയ്ത് ഓരോ ടീമായിട്ട് ഓരോന്ന് ലീഡ് ചെയ്തിട്ടാണ് പോകുന്നത്. പ്ലാന് ആക്ച്വലി 5 വർഷം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് കോവിഡ് വന്നതോടുകൂടി കംപ്ലീറ്റ് നമ്മൾ കൊളായതാണ്. 2020 നമ്മൾ പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒരു വീക്ക് കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞത്. അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നീട് നമ്മൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ യാത്ര ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തതും എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് വീണ്ടും വാറ് വന്നത്. വീണ്ടും നമ്മൾ ഒരു മാസം ഡിലേ വന്ന്, പിന്നെ ഇവർക്ക് വെക്കേഷനാണ്. മിർഷാദ് പറഞ്ഞ് നമുക്ക് ഫാമിലി ആയിട്ട് പോവാം ഇപ്രാവശ്യം. അങ്ങനെയാണ് ഇത് വീണ്ടും പൊടി തട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അറൗണ്ട് ഒരു 45 ഡേയ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1 വേ ദുബായിൽ നിന്നും സ്കോട്ട്ലാൻഡ് വരെയാണ് നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു ടോട്ടൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ആരെങ്കിലും ഇങ്ങനൊരു സാഹസം ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകണം എന്നുള്ളത്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇത് നടത്തിയിട്ടുള്ളത്? ഒരുപാട് നമ്മൾ റൂട്ടിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യത്തുള്ള അവരുടെ വിസയുടെ കാര്യങ്ങൾ, അവിടുത്തെ എൻട്രി പെർമിറ്റുകൾ, പിന്നെ നമ്മുടെ വണ്ടിയുടെ പെർമിറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ വണ്ടി ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തു നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട്. ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടൽ സ്റ്റേ വളരെ റെയറായിരിക്കും. നമ്മുടെ വണ്ടിയിൽ എല്ലാ ഫാമിലിക്കും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും നമ്മൾ 2 വണ്ടിയും അതേപോലെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 7 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന FJ ക്രൂസറാണ്. എനിക്ക് വേറെ വണ്ടി ഉണ്ടെങ്കിലും ഇതിനോടൊരു പ്രത്യേക മുഹബത്താണ്. ഇത് നമുക്കറിയാം, ടൊയോട്ട FJ ക്രൂസറായിരുന്നാലും ലാൻഡ് ക്രൂസറായിരുന്നാലും നമ്മൾ പൊതുവെ പറയുന്നതാണ് ഡിസർട്ടിലെ രാജാവ്. അതിലുപരി ഈ വണ്ടിയിൽ നമ്മൾ സസ്പെൻഷനും കാര്യങ്ങളും ബമ്പറും പിന്നെ അതുപോലെ തന്നെ ടെൻറ്റും കിച്ചൺ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ 2 വണ്ടിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഹോട്ടലില്ലാതെ തന്നെ ഇതുകൊണ്ട് ഡിപ്പെൻഡാണ് നമുക്ക്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ സഞ്ചാരി എന്നുള്ള ഒരു ബാനറിലാണ് എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. മിർഷാക്കായാലും ഫൈസലായാലും ഇവിടെ നമുക്ക് ഒരു 8000 മേലെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് സഞ്ചാരി. നമ്മൾ രാജ്യങ്ങൾ മാക്സിമം കവർ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലാണ് കൂടുതലായിട്ട് പോയിരുന്നത്. അന്ന് അവിടെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് റെൻ്റേ കാർ എടുക്കും, അല്ലെ കാരവൻ എടുക്കും, അങ്ങനെയായിരുന്നു യാത്ര. എന്തുകൊണ്ട് നമ്മളെ വണ്ടിയിൽ പോകുക എന്നുള്ളത് പെട്ടെന്നാണ് ഈ പോക്ക്. ഇതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നു, ആദ്യം ഇറാൻ വഴി പറഞ്ഞു, ഓക്കെ, പിന്നെ വിസ കിട്ടാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഇടയിൽ പറഞ്ഞിരുന്നു സൗദി വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് സൗദി പോയിട്ട് അവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ
പെട്ടെന്ന് ഇങ്ങനെ ഇറാന് അങ്ങനെ പറഞ്ഞു. റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വഴിക്ക് യൂറോപ്പിലേക്ക് പോകാം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇറാനായിരുന്നു. ഇറാനാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. നമുക്ക് ഇറാഖ് ക്രോസ് ചെയ്യാൻ ആ സമയത്ത് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇറാഖ് ബോർഡറും എല്ലാം ഓപ്പണാണ്. എങ്കിൽ പോലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇറാഖ്, കുവൈത്ത്, സൗദി ബോർഡറുകൾ കൂടുതലാണ്. അപ്പോൾ അത്ര ഈസി അല്ല. ഇറാന് നമുക്ക് പണ്ടേ ഇറാനും ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധമാണ്. ഇറാന് ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന അത്ര വേറെ രാജ്യങ്ങളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇറാനിൽ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇറാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഈ ട്രിപ്പ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഈ വർഷം അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന്. കൂടുതലും അവിടെ വാറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മാക്സിമം പോയാൽ ഒരു 1 വീക്ക് ഉണ്ടാവുള്ളൂ, ഇറാനിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് തുർക്കി വഴി വേഗം നമ്മൾ യൂറോപ്പിലേക്ക് എത്താനാണ് പ്ലാൻ. ഞാൻ വെരി എക്സൈറ്റഡ് ആണ് ശരിക്കും. സ്വിറ്റ്സർലൻഡിലൊക്കെ കുറേ നല്ല ഭംഗിയിലെ ലേക്സും മൗണ്ടെയ്ൻസും അങ്ങനെ കുറേ റീൽസിലൊക്കെ നമ്മൾ കാണുമ്പോൾ വെരി എക്സൈറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂർ പോകണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ ലൈക്ക് ഇറ്റ്സ് ഫുൾ എക്സൈറ്റ്മെൻറ്റ്. And when I was young, I wasn't like still being able to recollect all the memories. So I'm really excited to be part of this. And the countries which I want to I'm excited about is one is France and Italy, and also UK. So those are the countries which I love to visit. നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലണ്ടനിൽ കൊണ്ടുപോയിട്ട് വണ്ടി വെക്കാം. തിരിച്ച് നമ്മളൊന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.